ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ അടുത്തുണ്ടായിരുന്നു പഴയൊരു ഹാർപ്പിക് ബോട്ടിലായിട്ടാണ് കേട്ടോ. ഇത് എനിക്കൊന്ന് മാസങ്ങൾക്ക് മുൻപേ ഇതിങ്ങനെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പോഴാണ് എടുത്തത്. ശരിക്കും പറഞ്ഞാൽ ഇത് തീർന്നിട്ട് തന്നെ മാസങ്ങളായിട്ടോ. അപ്പോൾ അത്രയായി ഞാനിത് എടുത്ത് വെച്ചിട്ട്. ഇത് വെച്ചിട്ട് ഞാനൊരു ചെറിയൊരു നമ്മുടെ എന്താ പറയുക ഫ്ലവറൊക്കെ ഇട്ട് വെക്കുന്നൊരു സംഭവം, അങ്ങനത്തെ ഒരു ചെറിയൊരു സപ്പോർട്ട് പോലത്തെ ഒരു സംഭവമാണ് ഞാൻ സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇൻസ്റ്റയിൽ ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു ഷോർട്സ്. ആ ഒരു ടൈമിലേ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചൊരു ഐഡിയ ആയിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ടൈം എടുത്തു. നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് അതിൻ്റെ മേലെ ഈ ഒരു ഷേപ്പിൽ നമ്മളിങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് നമ്മൾ റാന്ന് എഴുതിയിട്ട് ആ ഒരു നടുക്ക് റാന്ന് എഴുതിയിട്ട് അതിൻ്റെ രണ്ടറ്റത്തും ഇതേപോലെ ഒന്ന് വരച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ ഒരു ഷേപ്പിലാണ് ഞാൻ വരച്ചെടുക്കുന്നത്. ഒരു ഹാഫ് ചന്ദ്രനൊക്കെയാണ്, അതായത് ഒരു സർക്കിളിൻ്റെ ഹാഫ്, ആ ഒരു രീതിയിൽ നമ്മളിങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതേ ലെവലിൽ തന്നെ വീണ്ടും നമ്മൾ അതിൻ്റെ തൊട്ടപ്പുറത്തെ സൈഡിലും ഇതേപോലെ വരച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് വരക്കുന്നത് എന്നുള്ളത് പറയുന്ന ടൈമിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായില്ല. പക്ഷേ എൻ്റെ വീഡിയോ കാണുന്ന ടൈമിൽ ആ ഒരു ഷേപ്പ് എങ്ങനെയാണ് വരുന്നത്, എവിടെയാണ് വര വരുന്നത്, ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഓരോ പണി ഇനിയിപ്പോൾ ഞാൻ വരയ്ക്കുന്ന ടൈം നിങ്ങൾക്ക് കാണുന്നില്ല എങ്കിൽ പോലും ഞാനിത് ലാസ്റ്റ് കട്ട് ചെയ്യുമല്ലോ. അപ്പോൾ ആ കട്ട് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എങ്ങനെയാണ് ഇതിൻ്റെ ഐഡിയ എന്നുള്ളത് കത്തും, അതുറപ്പാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരാം എങ്ങനെയാണ് ഞാൻ വരച്ചിട്ടുള്ളത് എന്നുള്ളത്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കണം. ആ ഒരു ഷേപ്പിൽ തന്നെ നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് ഞാൻ അവിടെ ഒരു 2 റാ പോലെ എഴുതി കൊടുത്തത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്കൊരു ഹാൻഡിൽ പോലെ തന്നെ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു എന്താ പറയുക, ഇത് നമ്മുടെ ഈ ഒരു നീഫ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ എക്സ്റ്റൻഷൻ ബ്ലേഡ്, ഇത് വെച്ചിട്ടാണ് ഞാനിത് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. എൻ്റെ അടുത്തുണ്ടായിരുന്നതിന് മൂർച്ച കുറവാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ എന്താണെന്നറിയില്ല. എന്തായാലും നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ കാണുന്ന വീഡിയോയിൽ ഇത് വെച്ചിട്ട് ഈസി ആയിട്ട് അവർ കട്ട് ചെയ്യുന്നത് കാണാം. പക്ഷേ എനിക്കിത് വെച്ചിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് നമ്മൾ ആ ഒരു ഷേപ്പോട് കൂടി ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ വരച്ച് കൊടുത്തിട്ടുണ്ടല്ലോ, ആ ഒരു ഷേപ്പ് നമ്മൾ അതിന് ശേഷമാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അതിന് മുൻപ് ആ ഒരു മുകളിലത്തെ ഭാഗമൊക്കെ ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ ആ ഒരു ഷേപ്പിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു രീതിയിലൊക്കെ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്നാലും നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വീണ്ടും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്ത് കൊടുത്തിട്ടൊക്കെ കുറച്ചും കൂടെ ഒന്ന് നീറ്റാക്കി എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഈ ഒരു എക്സ്റ്റൻഷൻ ബ്ലേഡ് വെച്ചിട്ട് ഇത് കട്ട് ചെയ്യാൻ വേണ്ടി നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അടുത്തുണ്ടായിരുന്ന കത്രിക വെച്ചിട്ടും ഇത് കട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. കാരണം കത്രിക കൊണ്ട് ഇത് കട്ട് ചെയ്യാൻ പറ്റില്ല. എൻ്റെ അടുത്തുണ്ടായിരുന്നത് വളരെ ചെറിയൊരു കത്രികയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ നടുവിൽ നമ്മളൊരു ഹാഫ് സർക്കിൾ വരച്ച് കൊടുത്തിട്ടുണ്ടല്ലോ, ആ ഒരു സർക്കിൾ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. ജസ്റ്റ് വരച്ച് കൊടുത്തതിൻ്റെ മുകളിൽ കൂടെ തന്നെ ഞാൻ ഇതേപോലെ ഒന്ന് ആദ്യം ബ്ലേഡ് വെച്ചിട്ട് ഇങ്ങനെ വരച്ച് കൊടുത്തു. അതിനുശേഷം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. കാരണം ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ടും കിട്ടുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയൊക്കെയോ അങ്ങനെ ആ ഒരു ഭാഗങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളുടെ അടുത്ത് ഒരു പക്ഷേ ഇതിലും നല്ല മൂർച്ചയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് കട്ട് ചെയ്യലായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പണി. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഇത് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് ചെയ്യുന്നത് ഇതിൻ്റെ മുകളിൽ നമ്മൾ മുഴുവനായിട്ട് വൈറ്റ് കളർ പെയിൻറ്റ് ബേസ് അടിച്ചു കൊടുക്കാം കേട്ടോ. അത് നല്ല രീതിയിൽ ഡ്രൈ ആയതിനു ശേഷം നമുക്ക് അതിന് മുകളിൽ ഇഷ്ടമുള്ള പെയിൻറ്റൊക്കെ അടിച്ചു കൊടുക്കാം. ഞാൻ ആദ്യം തന്നെ നല്ല രീതിയിൽ വൈറ്റ് പെയിൻറ്റ് അടിച്ചു കൊടുത്തിട്ട് അതിന് മേലെ ഒരു കോട്ടിങ് കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ ആദ്യം തന്നെ ആ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന കളർ കൊടുത്താൽ പക്ഷേ അതിനൊരു ഫിനിഷിങ് കിട്ടില്ല. കാരണം അതിൽ വന്ന പ്രിൻറ്റും കാര്യങ്ങളൊക്കെ പുറത്ത് നല്ല രീതിയിൽ വിസിബിൾ ആയിരിക്കും. സോ നമ്മളിങ്ങനെ ആദ്യം വൈറ്റ് കളർ ബേസ് അടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മേലെ അടുത്ത കളർ അടിച്ചു കൊടുത്താൽ കുറച്ചും കൂടി ഫിനിഷിങ് കിട്ടും. അപ്പോൾ ഇതിനെങ്കിലും ഫിനിഷിങ് വരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നല്ല രീതിയിൽ ആദ്യം ഇങ്ങനെ വൈറ്റ് കളർ പെയിൻറ്റ് ചെയ്ത് കൊടുത്തു. അതിൻ്റെ മേലെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു യെല്ലോ കളറായിരുന്നു. നമ്മുടെ വാട്സപ്പിൻ്റെ ഇമോജി വരുന്ന ആ ഒരു തീമിലൊക്കെ ചെയ്യാമെന്നുള്ളൊരു ആഗ്രഹത്തിലായിരുന്നു ഈ ഒരു യെല്ലോ കളർ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതെൻ്റെ അടുത്തുണ്ടായിരുന്നത് കുറച്ച് ലൈറ്റ് ഷെയ്ഡായിരുന്നു, നല്ല ഡാർക്ക് ആയിരുന്നില്ല കേട്ടോ. ബട്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു യെല്ലോ ഷെയ്ഡ് കുറച്ചിങ്ങനെ എന്താ പറയുന്നത്, ലൈറ്റ് ആവുന്നതിനേക്കാട്ടും കുറച്ചും കൂടെ ബെറ്റർ നമ്മുടെ നല്ല ഡാർക്ക് ആവുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു യെല്ലോ ഡാർക്ക് ആണെങ്കിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ അത് നമ്മൾ നല്ല രീതിയിൽ പെയിൻറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഡ്രൈ ആവാൻ വേണ്ടി വെച്ചു. വൈറ്റ് കളർ ചെയ്ത് കൊടുത്തതിന് ശേഷം കുറേ സമയം ഞാനത് ഒരു 3-4 മണിക്കൂറൊക്കെ ഡ്രൈ ആവാൻ വേണ്ടി വെച്ചതിന് ശേഷമാണ് ആ ഒരു യെല്ലോ കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും നല്ല രീതിയിൽ ഡ്രൈ ആയതിനു ശേഷം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കണ്ണൊക്കെ വരച്ചു കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കണ്ണിൻ്റെ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഹാഫ് സർക്കിൾ പോലെ ഒരു സംഭവം ഞാൻ ഇതേപോലെ കുറച്ച് ചെരിച്ചിട്ടാണ് കേട്ടോ വരച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി അടിയിലൊരു വായ കൂടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് നല്ല രീതിയിലൊന്ന് ഡ്രൈ ആയതിനു ശേഷം ഞാൻ വൈറ്റ് കളർ എടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഡ്രൈ ആയതിനു ശേഷം എടുക്കുന്നതായിരിക്കും നല്ലത്. എൻ്റെ തോന്നുന്നു ഒരിത്തിരി എവിടെയൊക്കെയോ ഡ്രൈ ആവാൻ വേണ്ടി ബാക്കി ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇച്ചിരി പെയിൻറ്റ് ഒന്ന് ഫെയ്ഡ് ആയിട്ടോ ഞാൻ രണ്ടാമത്തേൽ ചെയ്തപ്പോൾ. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ കണ്ണിൻ്റെ ഉള്ളിൽ ആദ്യം ബ്ലാക്ക് വെച്ച് വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ വീണ്ടും നമ്മൾ വൈറ്റ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പം കണ്ണിൻ്റെ അവിടെയായിട്ട് ജസ്റ്റ് ഇങ്ങനെ 3 ലൈൻ പോലെ ചിലതിലൊക്കെ കാണാമല്ലോ നമ്മൾ ക്യൂട്ടായിട്ടുള്ള ഇമേജിനൊക്കെ. അപ്പോൾ ആ ഒരു സംഭവമാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ജസ്റ്റ് ഇതേപോലെ
കണ്ണിൽ നിന്നൊരു വാല് വരുന്ന പോലത്തെ ഒരു സംഭവം ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടെണ്ണത്തിലും അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഇതിൻ്റെ ലുക്ക്. ഇങ്ങനെയായിരുന്നു നമ്മൾ കണ്ണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ അടുത്തുണ്ടായിരുന്ന മോൻ്റെ ട്രൗസറിലൊക്കെ വന്നിട്ടുള്ള ഒരു ചെറിയൊരു എന്താ പറയേണ്ടത്, ഈ ഒരു റിബൺ പോലത്തെ അല്ലെങ്കിൽ ഈ ഒരു കയറ് പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ വിചാരിച്ചു ജസ്റ്റ് ആ ഒരു മുകളിൽ അവിടെ ആയിട്ട് മാത്രം ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ആ ഒരു ഭാഗം ഒന്ന് കവർ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു നൂല് ഞാൻ ഇതേപോലെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആ ഒരു ഭാഗം നമ്മൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കെട്ടി കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ അതിനുള്ളിലൂടെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക മാത്രമാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ പക്ഷേ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ അടുത്ത് എംബ്രോയിഡറിൻ്റെ നൂലുണ്ടായിരുന്നു, ആ ഒരു നൂല് വെച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്യാനായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എംബ്രോയിഡറിൻ്റെ നൂല് ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാടായിരിക്കും. കാരണം വളരെ തിന്നായിട്ടുള്ള നൂലാണല്ലോ. നമ്മൾ ഇതുപോലെ ഇത് കട്ടിയുള്ളതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കഴിയുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഞാൻ വിചാരിച്ച ഷേപ്പിലൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടോ. അപ്പോൾ ലാസ്റ്റ് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് വെച്ച് കൊടുത്തു. അപ്പോൾ ഈ ഒരു ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെച്ചാൽ മതി. ഞാൻ ജസ്റ്റ് ഒരു മുടി പോലെ ഇരുന്നോട്ടെ, തലയിൽ ആ ഒരു മുടി പോലെ ഇരുന്നോട്ടെ, കുറച്ച് ക്യൂട്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. ഒരു തൊപ്പി പോലെയൊക്കെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഐഡിയയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് ഇങ്ങനെ ആ ഒരു കയറ് കുറച്ചും കൂടി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. വെറുതെ അങ്ങനെ കിടക്കണ്ടെന്ന് തോന്നിയിട്ട് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതിന് നല്ല ക്ലോത്തും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ക്ലോത്ത് വെച്ചിട്ടും ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ആ ഒരു തൊപ്പി പോലത്തെ സംഭവം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇഷ്ടമുള്ളത് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത ടൈമിൽ ആ ഒരു ഭാഗത്തിൻ്റെ ചെറിയ രീതിയിൽ ഇങ്ങനെ കട്ടിങ് വീണിട്ട് അത് രണ്ടിങ്ങനെ പീസായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അത് ഈ ഒരു ഇതിങ്ങനെ ചുറ്റുന്ന ടൈമിൽ ശരിക്കും അതിങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് നമുക്ക് എത്രത്തോളം വേണോ അത്രത്തോളം ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ഭാഗം ബാക്കി വന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് അതിങ്ങനെ ബാക്കോട്ടേക്ക് ആക്കിയിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കാണില്ലല്ലോ പുറത്ത് അതിൻ്റെ കെട്ടും കാര്യങ്ങളൊന്നും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്ലൂ ഗണ്ണ് ഇങ്ങനെ ഈ ഒരു ബാക്ക് സൈഡിലാണ് ഞാൻ ഗ്ലൂ ഗണ്ണ് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു രീതിയിൽ അതിങ്ങനെ അവിടെ സൈഡിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തു. അതൊരു ബനിയൻ ക്ലോത്ത് പോലത്തെ ഒരു തുണിയായതുകൊണ്ട് ഒട്ടുമെന്ന് എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അത് ഒട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് ആ ഒരു തലപ്പാവ് പോലത്തെ സംഭവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെച്ചു. കാരണം ആ ഒരു മഞ്ഞ കളർ വിസിബിൾ ആവേണ്ട അങ്ങനത്തെ ഒരു രീതിയിൽ വെക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് പക്ഷേ നടക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു എങ്ങനെയും സെറ്റാവുന്നില്ല. ലാസ്റ്റ് ഞാനത് അങ്ങനെ തന്നെ വെച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ 2 ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. പഴയ ഫ്ലവേഴ്സ് ആയിരുന്നു. ആ ഒരു ഫ്ലവേഴ്സ് ഞാൻ അതിലേക്ക് വെച്ച് കൊടുത്തു. ജസ്റ്റ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇതിലിങ്ങനെ ഇട്ട് വെക്കാൻ നല്ലത് നമ്മുടെ മണി പ്ലാന്റ് ഒക്കെ ഇല്ലേ, ഇത് പുറത്ത് വെക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അങ്ങനെയൊക്കെ ഇട്ട് വെക്കുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ അടുത്ത് മണി പ്ലാന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒറിജിനൽ ഫ്ലവേഴ്സൊക്കെ നമുക്കിതിൽ വെള്ളത്തിൽ ഇട്ട് വെക്കുന്ന ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ഇറക്കി വെക്കാം. കാരണം ഇത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ കുഴപ്പമില്ല, വെള്ളം അതിലിങ്ങനെ കിടന്നോളൂ കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് നമ്മൾ നേരത്തെ ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ളൊരു ആ ഒരു ഇതായിരുന്നു കേട്ടോ. ഓട്സിൻ്റെ പാക്കറ്റ് വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഫ്ലവർ ആയിരുന്നു. അത് വെച്ച് കൊടുത്തിട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.